ഓക്കെ, നമുക്ക് സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ആണ് അടുത്ത പഠിക്കാനുള്ളത്. ഇത് 3rd മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ്. മറ്റൊരു കാര്യം കൂടി, 3rd മോഡ്യൂളിൽ നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ ഒരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ്. ഇതൊന്നും പറയുന്നത് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു ടൈപ്പാണ് സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് 2 തരത്തിലാവാം. ഫങ്ഷണൽ ടെസ്റ്റിങ്ങും ആവാം, നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങും ആവാം. അപ്പോൾ ഈ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിന് ഒരുപാട് ഫങ്ഷനുകൾ ഉണ്ടാവാം. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബുക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ബുക്കിംഗ് എന്ന് പറയുന്നൊരു ഫങ്ഷനാണ്, ക്യാൻസൽ ബുക്കിംഗ് ഒരു ഫങ്ഷനാണ്, പിന്നെ 1 വേ ബുക്കിംഗ് ഉണ്ട്, 2 വേ ബുക്കിംഗ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം, തിരിച്ച് ഡെസ്റ്റിനേഷനിൽ നിന്ന് ആ സോഴ്സിലേക്ക് തിരിച്ച് വരുന്ന ബുക്കിംഗ് കൂടെ നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ റൗണ്ട് ട്രിപ്പ് ബുക്കിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഇത് വ്യത്യസ്തമായ ഫങ്ഷനുകളാണ്. ബുക്കിംഗ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ്സിന് ചേഞ്ചസ് വരുത്തുക, ബുക്കിങ്ങിന് ഡേറ്റ്സ് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുക. ഇതൊക്കെ ആ സോഫ്റ്റ്വെയറിൽ നടത്താവുന്ന വ്യത്യസ്തമായ ഫങ്ഷനുകളാണ്. ഇത്തരത്തിലെ ഫങ്ഷനുകൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിങ്ങുകളെ നമുക്ക്, ഓരോ ഫങ്ഷനുകളും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫങ്ഷൻ്റെ ടെസ്റ്റിംഗ് അല്ലാത്ത ടെസ്റ്റിങ്ങുകളെ നമ്മൾ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് 2 രീതിയിലാവാം. ഫങ്ഷണൽ ടെസ്റ്റിങ്ങും ആവാം, നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങും ആവാം. അതിൽ ഒരു നോൺ ഫങ്ഷണൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇത് നമുക്ക് നോക്കാം. അതായത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെവലപ്പറിൻ്റെ സൈറ്റിൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ വ്യത്യസ്തമായ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻസോട് കൂടിയായിരിക്കും നമ്മൾ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയറിന് ഒരു സ്പെസിഫിക് മെമ്മറി ഉണ്ടായിരിക്കും, അതിനൊരു പ്രോസസ്സിങ് സ്പീഡ് ഉണ്ടായിരിക്കും, ഞാനൊരു പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക, ടെസ്റ്റിംഗ് സമയത്ത് ഒരു പ്രത്യേകതരം ബ്രൗസർ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. അങ്ങനെ വ്യത്യസ്തമായ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സോടുകൂടിയും വ്യത്യസ്തമായ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷനോട് കൂടിയുമായിരിക്കാം ഞാൻ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഈ ഡെവലപ്ഡ് സോഫ്റ്റ്വെയറിനെ ഞാൻ കസ്റ്റമറിന് കൈമാറിക്കഴിയുമ്പോൾ അവരുടെ ഓർഗനൈസേഷനിൽ കൊണ്ട് ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഡെവലപ്പ് ചെയ്ത ഡെവലപ്പറിൻ്റെ സൈറ്റിൽ ഉണ്ടായിരുന്ന അതേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, അതേ പ്രോസസ്സിംഗ് സ്പീഡ് ഉണ്ടാവണമെന്നില്ല, അതേ എന്താ പറയുക മെമ്മറി കപ്പാസിറ്റി ഉണ്ടാകണമെന്നില്ല, അതേ നെറ്റ്വർക്കിൻ്റെ ബാൻഡ്വിഡ്ത്ത് ഉണ്ടാകണമെന്നില്ല. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായ സാഹചര്യത്തിലായിരിക്കാം കസ്റ്റമർ ഇതിനെ റൺ ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്പ് ചെയ്ത സാഹചര്യം മറ്റൊന്ന്, കസ്റ്റമർ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സാഹചര്യം മറ്റൊന്ന്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും സോഫ്റ്റ്വെയർ എററുകളൊന്നും തന്നെ വരുത്താതെ കൂളായി റണ്ണാവണം, സ്മൂത്തായി റണ്ണാവണം. അപ്പോൾ പൊരുത്തപ്പെടാൻ കഴിയണം. അപ്പോൾ ഏത് സാഹചര്യത്തിൽ ഡെവലപ്പ് ചെയ്താലും മറ്റൊരു സാഹചര്യത്തിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്താലും വിതൗട്ട് എനി പ്രോബ്ലം സ്മൂത്തായി റൺ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പറയാം ഈ സോഫ്റ്റ്വെയർ കോമ്പാറ്റബിളാണ്. ഓക്കെ, മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്രത്തോളം പൊരുത്തപ്പെടും? അപ്പോൾ നമ്മൾ പറയാറുണ്ട് മെമ്മറി കപ്പാസിറ്റി മിനിമം ഇത്രയാണെങ്കിലേ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യത്തുള്ളൂ. മെമ്മറി കപ്പാസിറ്റി അതിൽ കുറവാണെങ്കിൽ പെർഫോമൻസ് കുറയാൻ ചാൻസ് ഉണ്ട്. കുറഞ്ഞത് ഇത്ര ബാൻഡ്വിഡ്ത്ത് എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഓക്കെ ആവുകയുള്ളൂ. ബാൻഡ്വിഡ്ത്ത് ഇതിൽ കുറവാണെങ്കിൽ ചിലപ്പോൾ പെർഫോമൻസ് കുറയും. അതേപോലെ എന്താ പറയുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെസ്ക്ടോപ്പിലാണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, മൊബൈൽ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യും. മൊബൈലിൽ ഇത് വർക്ക് ചെയ്യില്ല, മൊബൈൽ ആപ്ലിക്കേഷൻ എന്നല്ല, മൊബൈലിൽ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യില്ല, ഡെസ്ക്ടോപ്പിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ ചില സോഫ്റ്റ്വെയർസ് നമ്മൾ പറയാറുണ്ട്
എന്താ പറയുക, iOS-ലാണെങ്കിലും ആൻഡ്രോയിഡിലാണെങ്കിലും വർക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സോഫ്റ്റ്വെയറുകളാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ സോഫ്റ്റ്വെയർ നന്നായിട്ട് വർക്ക് ചെയ്യും, എന്താണെങ്കിൽ വർക്ക് ചെയ്യില്ല, അത് നമ്മൾ വേർതിരിച്ച് പറയുക. ഏതിനോട് സഹകരിക്കുമോ അതിൽ കോമ്പാറ്റിബിൾ ആണെന്ന് പറയും, സഹകരിക്കാത്തതാണെങ്കിൽ നമ്മൾ കോമ്പാറ്റിബിൾ അല്ല എന്നും പറയും. അപ്പോൾ ഇതാണ് എത്രത്തോളം നമ്മുടെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയറും മറ്റ് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം ഫ്ലെക്സിബിളായി വർക്ക് ചെയ്യുമോ അതാണ് അതിൻ്റെ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ്ങുകൾ അവൈലബിൾ ആണ്. അതിലോരോന്ന് നമുക്ക് നോക്കാം. ആദ്യം നടത്തുന്ന ടെസ്റ്റിംഗ് ആണ് ബ്രൗസർ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ്. എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വ്യത്യസ്തമായ ബ്രൗസറുകളിൽ കറക്റ്റായി വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മൾ തന്നെ ചെക്ക് ചെയ്യുക. എക്സാമ്പിൾ, ക്രോം ഒരു ബ്രൗസറാണ്. ക്രോം ഒരു ബ്രൗസറാണ്, ഫയർഫോക്സ് ഒരു ബ്രൗസറാണ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒരു ബ്രൗസറാണ്, ഒപ്പേറ, ഇതൊക്കെ വ്യത്യസ്തമായ ബ്രൗസറുകളാണ്. ഞാൻ ഡെവലപ്പ് ചെയ്തത് ക്രോമിലായിരിക്കും. എങ്കിലും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കൂടാതെ മറ്റു പല ബ്രൗസറുകളിലും ഈ സോഫ്റ്റ്വെയർ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോഴേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഏതൊക്കെ സോഫ്റ്റ്വെയർ ഏതൊക്കെ ബ്രൗസറുകളിൽ എൻ്റെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, ഏതിൽ റൺ ചെയ്യുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, എല്ലാ വ്യത്യസ്തമായ ബ്രൗസറുകളിലും ഞാൻ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ വിതൗട്ട് എനി ഇഷ്യൂസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം എൻ്റെ സോഫ്റ്റ്വെയർ ബ്രൗസർ കോമ്പാറ്റിബിൾ ആണ്. എന്ന് വെച്ചാൽ ഏത് ബ്രൗസറിലിട്ടോ ഇത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായ ബ്രൗസറുകളിൽ സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമോ, റൺ ചെയ്യുമോ, എക്സിക്യൂട്ട് ചെയ്യുമോ, കറക്റ്റ് ഔട്ട്പുട്ട് തരുമോ, എല്ലാ ഫങ്ഷൻസും ബാക്ക് ബട്ടണും ഹോമും റിഫ്രഷ് ബട്ടണും അങ്ങനെ വ്യത്യസ്തമായ ബ്രൗസിംഗ് ഫീച്ചേഴ്സ്, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓഡിയോ ഇതൊക്കെ ഡൗൺലോഡ് ആകുമോ, ഇമേജ് ഡിസ്പ്ലേ ആകുമോ, അതോ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രൗസർ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് എഴുതി കാണിക്കുമോ, ഇങ്ങനെ. അപ്പോൾ വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ഡിഫറെൻറ്റ് ബ്രൗസേഴ്സിൽ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അടുത്തതാണ് ഹാർഡ്വെയർ കോമ്പാറ്റിബിലിറ്റി. ഹാർഡ്വെയർ കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഹാർഡ്വെയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഹാർഡ്വെയർ എന്ന് പറയാൻ കാരണം ഹാർഡ്വെയറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ എൻ്റെ സിസ്റ്റത്തിന് അതിൻ്റേതായ ഒരു പ്രോസസ്സിംഗ് സ്പീഡ് ഉണ്ടാകും, അതിൻ്റേതായ ഒരു എന്താ പറയുക ഒരു മെമ്മറി കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ മെമ്മറി കപ്പാസിറ്റിയിൽ നിന്നും ഈ പ്രോസസ്സിംഗ് സ്പീഡിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രോസസ്സിംഗ് സ്പീഡ് മെമ്മറി കപ്പാസിറ്റി ആയിരിക്കും കസ്റ്റമറിനുണ്ടാവുക. അപ്പോൾ മെമ്മറി കപ്പാസിറ്റി മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സ്പീഡ് മാറുന്നതിനനുസരിച്ച് എൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ് വേരി ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഹാർഡ്വെയർ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ മറ്റു പല സോഫ്റ്റ്വെയറുകളുമായി ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുമോ. ഫോർ എക്സാമ്പിൾ ഞാനൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് ഞാനൊരു ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്താൽ ഡൗൺലോഡ് ആവുന്നത് മറ്റൊരു ഡോക്യുമെൻ്റ് ആവാം, മറ്റൊരു ഫോർമാറ്റ് ആവാം. അപ്പം ഏതൊക്കെ വ്യത്യസ്തമായ ഡോക്യുമെൻ്റ് ടൈപ്പുകളെ നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യും. എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, അല്ലെങ്കിൽ ഔട്ട്ലുക്ക് എക്സ്പ്രസ്, വിഷ്വൽ ബേസിക്, അങ്ങനെ പലതരം ആപ്ലിക്കേഷൻസുമായി നമ്മുടെ സോഫ്റ്റ്വെയർ എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകാൻ കഴിവുള്ളതാണ് എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി നെറ്റ്വർക്ക് കോമ്പാറ്റിബിലിറ്റിയാണ്. നെറ്റ്വർക്ക് കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പലതരത്തിലെ നെറ്റ്വർക്ക്സുകൾ കണ്ടിട്ടുണ്ട്. വൈഫൈ ആയിക്കോട്ടെ, 3G ആയിക്കോട്ടെ, 4G ആയിക്കോട്ടെ, അങ്ങനെ വ്യത്യസ്തമായ നെറ്റ്വർക്കുകൾ അവൈലബിൾ ആണ്. ഏത് നെറ്റ്വർക്ക് ആണെങ്കിലും അതിൻ്റേതായ ഒരു ബാൻഡ് വിഡ്ത്ത് കാണും, ഒരു കപ്പാസിറ്റി കാണും, അതിൻ്റേതായ ഒരു ഓപ്പറേറ്റിംഗ് സ്പീഡും കാണും. അപ്പം ഈ നെറ്റ്വർക്ക് മാറുന്നതിനനുസരിച്ച് ബാൻഡ് വിഡ്ത്തിലും അതിൻ്റെ സ്പീഡിലും കപ്പാസിറ്റിയിലുമൊക്കെ ചേഞ്ചസ് വന്നേക്കാം. അപ്പോൾ വ്യത്യസ്തമായ ബാൻഡ് വിഡ്ത്തുകളിലും വ്യത്യസ്തമായ സ്പീഡുകളിലും വ്യത്യസ്തമായ കപ്പാസിറ്റികളുമുള്ള ഡിഫറെൻ്റ് നെറ്റ്വർക്ക്സിൽ എൻ്റെ സോഫ്റ്റ്വെയർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഏത് നെറ്റ്വർക്കിലാണ് ഹൈ പെർഫോമൻസ് കിട്ടുന്നത്, ഏത് നെറ്റ്വർക്കിലാണ് ലോ പെർഫോമൻസ് കിട്ടുന്നത്, ഇതിനെയൊക്കെ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കുന്നതാണ് ഡിവൈസ് കോമ്പാറ്റിബിലിറ്റി. ഡിവൈസ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ
ഡിഫറെൻറ്റ് ഡിവൈസുകളെ നമ്മുടെ സിസ്റ്റവുമായി കണക്റ്റ് ചെയ്താൽ എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകും. സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തു. ആ സോഫ്റ്റ്വെയറിൽ പലതരത്തിലെ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഈ ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഒരു പക്ഷേ എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ വന്നാൽ എനിക്ക് എൻ്റെ സിസ്റ്റത്തിനെ ഒരു ഹാർഡ്വെയർ ഡിവൈസുമായി കണക്ട് ചെയ്യേണ്ടി വന്നേക്കാം. കണക്ട് ചെയ്താൽ തന്നെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഞാൻ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ഏതോ ആ സോഫ്റ്റ്വെയറിൽ നിന്നുകൊണ്ട് തന്നെ പ്രിൻ്റ് എന്നൊരു കമാൻഡ് കൊടുത്താൽ എൻ്റെ ഡിവൈസ് പ്രോപ്പറായി കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടുന്ന് കൊടുക്കുന്ന പ്രിൻ്റ് ഡിവൈസിലൂടെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. മറ്റൊരു കാര്യം, ചിലപ്പോൾ ഇൻപുട്ടായി എനിക്ക് ഏതെങ്കിലും ഫോമുകൾ സ്കാൻ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഞാനൊരു സ്കാനർ കണക്ട് ചെയ്യും. സ്കാനർ കണക്ട് ചെയ്ത് സ്കാനറിലൂടെ സ്കാൻ ചെയ്യുന്ന ഇമേജുകൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റീഡ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? അപ്പം ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഫയൽ സ്മൂത്തായി നടക്കണം. കണക്ട് ചെയ്ത ഡിവൈസുകളെ, അതിന് ഇൻപുട്ട് ഡിവൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് ആയിക്കോട്ടെ, വ്യത്യസ്തമായ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഇൻക്ലൂഡിങ് USB പോർട്ട് ആൻഡ് ബ്ലൂടൂത്ത് സർവീസസ്, ഇങ്ങനത്തെ വ്യത്യസ്തമായ ഡിവൈസുകൾ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റുകൾ എൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ അതുമായി പൊരുത്തപ്പെട്ടു പോകുമോ, അതോ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ? ഇപ്പം നമുക്ക് പറയാം ഇത് USB സപ്പോർട്ട് ചെയ്യും, USB-യിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഇതിൽ ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് ഡിവൈസ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് മൊബൈൽ ഡിവൈസിൻ്റെ കോമ്പാറ്റിബിലിറ്റി. മൊബൈൽ ഡിവൈസിൻ്റെ കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇതുകൂടാതെ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യുക. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെഷീനിൽ അത് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീനിൽ മാത്രമേ അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നടക്കത്തുള്ളൂ. അത് നെറ്റ്വർക്കുമായി കണക്റ്റഡ് അല്ല. ചില ആപ്ലിക്കേഷൻസ് വെബ് ആപ്ലിക്കേഷൻസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ലൈവായിട്ട് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനാണ് നടത്തുന്നത്. അവിടെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ റിക്വസ്റ്റുകളും സെർവറിൽ ചെന്ന് സെർവറാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. ഗൂഗിൾ, ഫേസ്ബുക്ക് ഇതൊക്കെ വെബ് ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇനി ഇത്തരത്തിലെ വെബ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരു ഡെസ്ക്ടോപ്പ് മെഷീനാണോ ഉപയോഗിക്കുന്നത് അതോ മൊബൈൽ ഡിവൈസ് ആണോ ഉപയോഗിക്കുന്നത്? അപ്പോൾ ചില സോഫ്റ്റ്വെയറുകൾ ഡെസ്ക്ടോപ്പിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. മറ്റ് ചില സോഫ്റ്റ്വെയറുകളാണെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിലും വർക്ക് ചെയ്യും, മൊബൈൽ ഡിവൈസുകളിലും വർക്ക് ചെയ്യും. അങ്ങനെ എത്രത്തോളം മൊബൈൽ ഡിവൈസുകളിൽ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ എത്രത്തോളം ഭംഗിയായി മൊബൈലിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ എത്രത്തോളം ഭംഗിയായി വർക്ക് ചെയ്യും, മൊബൈലിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ, iOS-ഉം ആൻഡ്രോയിഡുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ, അതുപോലെ ഡെസ്ക്ടോപ്പിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകളും പൊരുത്തങ്ങളും ചെക്ക് ചെയ്യുന്നതിനെയാണ് മൊബൈൽ ഡിവൈസ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വ്യത്യസ്തമായ OS-ലും OS-കൾ മാറിയാലും മാറിയില്ലെങ്കിലും സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമോ? എക്സാമ്പിൾ, ഞാൻ ഡെവലപ്പ് ചെയ്തപ്പോൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തത്. പക്ഷേ കസ്റ്റമർ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ ലിനക്സ് അല്ല, അവിടെ വിൻഡോസ് ആണ്. അപ്പോൾ ലിനക്സിൽ ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ, ലിനക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ വിൻഡോസിൽ കൊണ്ടിട്ട് വർക്ക് ചെയ്യുമോ? അല്ലെങ്കിൽ വിൻഡോസിൽ ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ യുണിക്സ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട് വർക്ക് ചെയ്യുമോ? അങ്ങനെ വ്യത്യസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇട്ടാലും ആ മെഷീനിൽ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് വേർഷൻ കോമ്പാറ്റിബിലിറ്റി. വേർഷൻ കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ സോഫ്റ്റ്വെയറിന് ഒരുപാട് വേർഷൻസ് ഉണ്ടാവും. ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു വേർഷൻ, അടുത്ത വർഷം ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യപ്പെടാം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ന്യൂവർ വേർഷനാണ് വരുന്നത്. അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഓരോ പ്രാവശ്യവും ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ന്യൂവർ വേർഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഒരേ സോഫ്റ്റ്വെയറിൻ്റെ വ്യത്യസ്തമായ വേർഷനുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വേർഷൻ കോമ്പാറ്റിബിലിറ്റി 2 തരത്തിലാണുള്ളത്. ബാക്ക്വേർഡ് കോമ്പാറ്റിബിലിറ്റിയും ഫോർവേഡ് കോമ്പാറ്റിബിലിറ്റിയും. ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് കോമ്പാറ്റിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കറണ്ട് വേർഷനാണ് നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ളത്. പക്ഷേ ഇതിന് മുൻപ് വേറെ കുറേ വേർഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കറണ്ട് വേർഷന് വേണ്ടി ഞാൻ ഡെവലപ്പ് ചെയ്തൊരു ഞാനിപ്പം 2.5 എന്ന് പറയുന്നൊരു വേർഷനിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ 2.5 എന്ന് പറഞ്ഞൊരു വേർഷനിലാണ് ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇതിന് മുൻപ് ഡെവലപ്പ് ചെയ്ത ഏതെങ്കിലും വേർഷനുകളാണ് കസ്റ്റമറിൻ്റെ സൈറ്റിൽ കിടക്കുന്നതെങ്കിൽ, അതായത് ഓൾഡർ വേർഷനുകളാണ് കസ്റ്റമറിൻ്റെ സൈറ്റിൽ കിടക്കുന്നതെങ്കിൽ, അപ്പോൾ കസ്റ്റമർ ഇതിനെ കൊണ്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുമോ? അതിനെയാണ് ബാക്ക്വേർഡ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാനൊരു വേർഷനിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ
കറണ്ട് വേർഷനിൽ ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് മറ്റൊരു സോഫ്റ്റ്വെയറിൻ്റെ കറണ്ട് വേർഷൻ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ അതേ സോഫ്റ്റ്വെയർ കസ്റ്റമറിൻ്റെ സൈറ്റിൽ ഓൾഡർ വേർഷനാണ് കിടക്കുന്നത്. ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം, ഞാൻ എന്താ പറയുക, വിൻഡോസിൻ്റെ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി പോകും, എന്നാലും സാരമില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിൻഡോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഞാൻ ഡെവലപ്പർ സൈറ്റിൽ ഇട്ടേക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് വിൻഡോസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ കസ്റ്റമറിൻ്റെ സൈറ്റിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ അല്ല അവിടെ കിടക്കുന്നത്, വിൻഡോസിൻ്റെ ഓൾഡർ വേർഷനാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വേർഷനിൽ ഡെവലപ്പ് ചെയ്തതാണെങ്കിലും ഓൾഡർ വേർഷനുകളിലും വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ബാക്ക്വേർഡ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സ് പ്രോസസ്സുണ്ട്. അതായത് ഞാൻ ഡെവലപ്പ് ചെയ്തത് വിൻഡോസിൻ്റെ ഓൾഡർ വേർഷനിലാണ്, എൻ്റെ സിസ്റ്റത്തിൽ കിടക്കുന്ന പഴയൊരു വേർഷനാണ്. ഞാൻ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പഴയ വേർഷനിൽ നിന്നുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ കസ്റ്റമറിൻ്റെ സൈറ്റിൽ ഒരു പക്ഷേ ലേറ്റസ്റ്റ് വേർഷനായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ലോവർ വേർഷനിൽ ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ഹയർ വേർഷനിൽ ഇട്ടാൽ വർക്ക് ചെയ്യുമോ? അതിനെ നമ്മൾ ഫോർവേഡ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറയും. അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ഒരു കറണ്ട് വേർഷനിലാണ് ഡെവലപ്പ് ചെയ്തതെങ്കിൽ അതിലും ഓൾഡർ വേർഷനുകളിൽ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെ ബാക്ക്വേർഡ് കോമ്പാറ്റിബിലിറ്റി എന്നും, നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻ ഏത് തന്നെ ആയാലും അതിലും ഹയർ വേർഷനുകളിൽ ഇതേ സോഫ്റ്റ്വെയർ സ്മൂത്തായി വർക്ക് ചെയ്യുമോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെ ഫോർവേഡ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും വേർഷൻ ടെസ്റ്റിങ്ങിനകത്ത് വരുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. സിമ്പിൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോമ്പാറ്റിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് വ്യത്യസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചാലും വ്യത്യസ്തമായ സ്പീഡുകളുള്ള സിസ്റ്റമായാലും വ്യത്യസ്തമായ ബാൻഡ്വിഡ്ത്തുകളും കപ്പാസിറ്റികളും ഉള്ള നെറ്റ്വർക്കുകളായാലും വ്യത്യസ്തമായ ബ്രൗസറുകൾ ഉപയോഗിക്കുന്നവരായാലും ഏത് ടൈപ്പ് ഓഫ് ഡിവൈസ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടാലും എന്ത് തരം സോഫ്റ്റ്വെയറുകൾ അവിടെ ഉപയോഗിച്ചാലും ഇതിനെ ഒന്നും വക വെക്കാതെ എല്ലാമായി പൊരുത്തപ്പെട്ട് എത്രത്തോളം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ഇവയൊക്കെയുമായി, അതായത് ഇതൊക്കെ അതിന് ചുറ്റുവട്ടത്തുള്ളതാണ്, എൻവയോൺമെൻറ്റാണ്. ഇത്തരത്തിലെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്, ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബ്രൗസർ ഇതിൻ്റെയൊക്കെ ഡിഫറൻസുകളെ തരണം ചെയ്ത് എത്രത്തോളം നല്ല പെർഫോമൻസ് തരാൻ കഴിയും നമ്മുടെ സോഫ്റ്റ്വെയറിന് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നല്ലതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ. ഏത് സാഹചര്യത്തിൽ കൊണ്ടിട്ടാലും വിതൗട്ട് എനി ഇഷ്യൂ ഇത് വർക്ക് ചെയ്യുമോ, അതോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സാധാരണയായി കണ്ടുവരുന്ന ഡിഫക്റ്റുകൾ എന്തെല്ലാം? മറ്റൊന്നുമല്ല, ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത സൈറ്റിലും കസ്റ്റമറിൻ്റെ സൈറ്റിലും വ്യത്യസ്തമായ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഫീച്ചേഴ്സാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യത എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റുകളിൽ വ്യത്യാസം വന്നേക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഫോർമാറ്റിങ്ങിൽ വ്യത്യാസം വന്നേക്കാം, അല്ലെങ്കിൽ ഫോണ്ട് സൈസിലോ സ്ക്രീനിൻ്റെ ലുക്കിലും ഫീലിലും, അല്ലെങ്കിൽ ഇപ്പോൾ ലേബൽ ഡിസൈൻ ചെയ്ത ഒരിടത്തായിരുന്നു, അവിടെ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ ലേബൽ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സിസ്റ്റത്തിലിട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് അലൈൻ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ്. പക്ഷേ പ്രിൻ്റ് ചെയ്യാനായി ഇതൊരു ഓഫ്സെറ്റ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുമ്പോൾ, പ്രിൻറ്റിങ് സ്ഥാപനങ്ങളിൽ നിങ്ങളിത് കൊണ്ട് കൊടുക്കുമ്പോൾ അവരവരുടെ സിസ്റ്റത്തിൽ നിങ്ങൾ പെൻഡ്രൈവിൽ കൊണ്ടുപോകുന്ന പ്രോപ്പർലി അലൈൻ ചെയ്ത ഡോക്യുമെൻറ്റ് അവരവരുടെ സിസ്റ്റത്തിൽ ഇട്ട് കഴിയുമ്പോൾ അലൈൻമെൻറ്റ് മൊത്തത്തിൽ മാറിയതായി കാണാം. അപ്പോൾ അത്തരത്തിലെ ഇഷ്യൂസ് സർവ്വസ്വാഭാവികമാണ്. അത് ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ആയിരിക്കണമെന്നില്ല ഡെസ്റ്റിനേഷനിലുള്ളത്. രണ്ട് സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ട് സ്വാഭാവികമായി വരാവുന്ന ചില എററുകളാണ് ലുക്കും ഫീലും, അല്ലെങ്കിൽ അലൈൻമെൻറ്റ്, അതിൻ്റെ ഫോർമാറ്റിംഗ്, അതിൻ്റെ ഫോണ്ട് സൈസ്, സ്റ്റൈല്, ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികമായ ഇഷ്യൂസാണ്. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് ഈ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യാം? ഞാൻ പറയാം, ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 100ഓളം വെബ് പേജുകളുണ്ടാവാം. ഈ 100 വെബ് പേജും കുത്തിയിരുന്ന് നമുക്ക്
ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ആ ലിസ്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം, ഒഴിവാക്കേണ്ടത് എന്തെല്ലാം. അപ്പോൾ ഒഴിവാക്കേണ്ടതെല്ലാം അങ്ങ് പോട്ടെ, പ്രധാനപ്പെട്ടതെന്തോ അതിനെയൊക്കെ തിരഞ്ഞു പിടിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിലെ ഓരോ ഫീച്ചേഴ്സും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിക്കുന്ന മേജർ വെബ് പേജസ്, പ്രധാനപ്പെട്ട മെയിൻ വെബ് പേജുകൾ ഏതോ അതിൻ്റെയൊക്കെ കോമ്പാറ്റിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് പിന്നെ എങ്ങനെയാണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്? 2 രീതികളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഒരേ ബ്രൗസറിൻ്റെ വ്യത്യസ്തമായ വേർഷനുകളിൽ ടെസ്റ്റ് ചെയ്യണം. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് eBay എന്ന് പറയുന്നൊരു സൈറ്റ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ടെസ്റ്റിംഗ് ചെയ്യുകയാണ്. എത്രത്തോളം കോമ്പാറ്റിബിൾ ആണ് എന്നറിയാൻ വേണ്ടി eBay എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ eBay ഞാൻ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെ പോട്ടെ ഫയർഫോക്സ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫയർഫോക്സ് എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ്. അപ്പോൾ ഞാനിവിടെ തിരഞ്ഞെടുത്ത ബ്രൗസർ ഫയർഫോക്സ് ആണ്. ഫയർഫോക്സിൻ്റെ ഒരുപാട് വേർഷൻസ് അവൈലബിളാണ്. അപ്പോൾ ഫയർഫോക്സ് എന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ ഒരു വെബ് ബ്രൗസറിൻ്റെ വ്യത്യസ്തമായ വേർഷനുകളിൽ ഈ സോഫ്റ്റ്വെയർ, അതായത് eBay എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏത് വേർഷൻ ഓഫ് ഫയർഫോക്സിലാണ് ഇത് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത്, ഫയർഫോക്സിൻ്റെ തന്നെ ഏത് വേർഷനിലാണ് മിനിമം പെർഫോമൻസ് തരുന്നത്, അത് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ ഒരേ ബ്രൗസറിൻ്റെ വ്യത്യസ്തമായ വേർഷനുകളിൽ നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ പറയുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ബ്രൗസറും ഡിഫറെൻറ്റ് വേർഷനും. അതായത് ഞാനൊരു 3-4 ബ്രൗസർ സെലക്ട് ചെയ്യുകയാണ്. സഫാരി, ഒപ്പേറ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഫയർഫോക്സ്, അങ്ങനെ ക്രോം, ഇങ്ങനെ 5 ബ്രൗസേഴ്സ് ഞാൻ സെലക്ട് ചെയ്തു. ഈ 5 ബ്രൗസേഴ്സിൻ്റെയും എത്ര വെറൈറ്റി ഓഫ് വേർഷൻസ് അവൈലബിൾ ആണോ അതെല്ലാം ചെക്ക് ചെയ്യുക. ആദ്യം ഒരു ബ്രൗസർ എടുക്കുന്നു, ആ ബ്രൗസറിൻ്റെ എത്രത്തോളം വേർഷൻസ് അവൈലബിൾ ആണോ എല്ലാ വേർഷൻസുകളിലും ടെസ്റ്റ് ചെയ്യുക. ആ ബ്രൗസറിൻ്റെ ടെസ്റ്റിംഗ് കഴിയുമ്പോൾ അടുത്ത ബ്രൗസർ എടുക്കുക, അതിൻ്റെയും എല്ലാ വേർഷൻസിലും ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ വ്യത്യസ്തമായ ബ്രൗസറുകളുടെ വ്യത്യസ്തമായ വേർഷനുകളിൽ ഈ സോഫ്റ്റ്വെയർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഗുണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ചെയ്താലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, ചെക്ക് ചെയ്യുന്ന ആൾ, അയാളെ ടെസ്റ്റർ എന്ന് വിളിക്കാം. ഈ ടെസ്റ്റർ ആദ്യമേ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ടു ഡു ലിസ്റ്റ് റെഡിയാകണം. അതിൽ പ്രധാനപ്പെട്ട ചെക്ക് ചെയ്യപ്പെടേണ്ട ഏരിയാസിനെ കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ടാവണം. ഏതൊക്കെ ഏരിയാസാണ് ചെക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിൾ, ഇപ്പം ബ്രൗസർ കോമ്പാറ്റിബിലിറ്റി വേണം, പിന്നെ ഹാർഡ്വെയർ കോമ്പാറ്റിബിലിറ്റി, സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി, നെറ്റ്വർക്ക് കോമ്പാറ്റിബിലിറ്റി, അങ്ങനെ എന്തൊക്കെ കോമ്പാറ്റിബിലിറ്റി ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ചെക്ക് ചെയ്യേണ്ട അയാൾ നല്ല നോളഡ്ജ് ഉള്ള ഒരാളായിരിക്കണം. എങ്കിൽ മാത്രമേ എല്ലാ വശങ്ങളും ചിന്തിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാൾക്ക് മാത്രമേ നല്ല രീതിയിൽ ഈ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരു കാര്യം, ഇയാൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ചില ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അയാൾക്കിപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യണം, വ്യത്യസ്തമായ ബ്രൗസറുകൾ ഉപയോഗിച്ച് ബ്രൗസർ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ബ്രൗസറുകളെല്ലാം അയാൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ, വ്യത്യസ്തമായ ബ്രൗസറുകൾ അവൈലബിൾ ആക്കി കൊടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് ബ്രൗസർ കോമ്പാറ്റിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോഴും ചെക്ക് ചെയ്യണമെങ്കിൽ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് സിസ്റ്റംസ് അവൈലബിൾ ആക്കി കൊടുക്കുക. അങ്ങനെ ഈ ചെക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി പുള്ളിക്ക് ഒരുക്കി കൊടുക്കണം. ബ്ലൂടൂത്ത് ഫെസിലിറ്റി, വ്യത്യസ്തമായ നെറ്റ്വർക്ക് ഫെസിലിറ്റി, അതായത് വൈഫൈയുടെ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുമോ, 3G നെറ്റ്വർക്ക് സെറ്റപ്പ് ഒരുക്കി കൊടുക്കുക, ഒരു 4G നെറ്റ്വർക്ക് സെറ്റപ്പ് ഒരുക്കി കൊടുക്കുക. അതുപോലെ ഓരോന്നിനും ഓരോ ബാൻഡ് വിഡ്ത്തും സ്പീഡുമായിരിക്കണം. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഓരോ സാഹചര്യത്തിലും നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമോ എന്ന് പുള്ളിക്ക് ചെക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അയാൾക്ക് നല്ല നോളഡ്ജ് വേണം, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ലിസ്റ്റ് അയാൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ആ ചെയ്യുവാനായി ഉള്ള എൻവയോൺമെൻറ്റ് അയാൾക്ക് ഒരുക്കി കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. ടെസ്റ്റ് ചെയ്യുമ്പോൾ പലതരത്തിലെ എററുകൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിഫക്റ്റുകൾ കണ്ടെത്തിയാൽ അതിനെ തിരുത്തുന്നതിനെ ഫിക്സിംഗ് എന്നാണ് പറയുന്നത്. ഫിക്സിംഗ് ദ ഡിഫക്റ്റ്, പ്രോബ്ലം സോൾവ് ചെയ്ത് കൺഫേം ചെയ്യുക.
ഓക്കെ, വീണ്ടും റീടെസ്റ്റ് ചെയ്യണം. രണ്ടാമതൊന്നുകൂടി ടെസ്റ്റ് ചെയ്യുമ്പോൾ എറർ ഇപ്പോൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. നേരത്തെ ഉണ്ടായിരുന്നു എങ്കിൽ അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യണം. എപ്പോൾ വരെ ഇത് തുടരണം? നേരത്തെ കണ്ടെത്തിയ എറർ ഇപ്പോഴില്ല എന്ന് ഉറപ്പ് വരുന്നിടം വരെ ടെസ്റ്റിംഗ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ.